ഈരാളി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഊരുത്തൻ വരുന്നുണ്ട്, അവൻ മലയാള സിനിമ ഇൻഡസ്ട്രി എന്നല്ല ഞാൻ പറയുന്നത്, ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി ഇളക്കി മറിക്കാൻ പറ്റുന്നൊരു അവതാരമുണ്ട്. പ്രിയദർശൻ എന്നാണ് പേര്, ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. ഞാൻ എൻ്റെ ഒരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, എല്ലാം തിരിച്ചു പിടിച്ച് വിതച്ച് കൊയ്ത് ഒരു വീടൊക്കെ വെച്ച് ഒരു പെണ്ണൊക്കെ കിട്ടി. ഐശ്വര്യ റോയെ പോലെ എനിക്ക് വലിയ ഇഷ്ടം. എനിക്ക് പാർവതി കുട്ടിയെ പെരുത്ത് ഇഷ്ടമാണ്. താൻ കൊള്ളാലോടെ തീപ്പെട്ടിക്കൊള്ളി. പോരുന്ന എന്റെ കൂടെ മുത്തുക. मेरा नाम हरि है, लोग मुझे हरि अन्ना कहते हैं. കുറേ വർഷത്തെ കണക്കുകളുണ്ട്, നമുക്കിപ്പോ തീർക്കാം. നോക്കിക്കോ, വിത്തിൻ 3 or 4 years പ്രിയദർശൻ്റെ സാന്നിധ്യം ഇവിടെ ശക്തമായ രീതിയിൽ അനുഭവപ്പെടാൻ പോവുകയാണ്. നോക്കിക്കോ. പള്ളിപ്പെരുന്നാൾക്കും കളിത്തോക്കല്ല ഇത്, കാണുന്ന പവറ്. ആചാര്യ നിൽക്കാണ് കൂടെ 10-15 ശൈത്താന്മാരും കണ്ണീക്കിന് പൊന്നീക്ക് മറക്കണം. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? അതായത് എൻ്റെ അമ്മായിപ്പന. പിന്നെ ആര്? നിന്റെ അമ്മൂമ്മേ? അല്ല, എന്റെ അച്ഛൻ. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ അല്ലേ? നിന്റെ അച്ഛൻ അപ്പുള്ള എത്തണ്ടി. In the house of my wife and daughter, you will not see any minute after today. ഇറങ്ങി പോടാ. വട്ടാണല്ലേ ഇതൊരാനയല്ല. തമാശ. അസംബ്ലി പിരിച്ചുവിട്ടു. താൻ ആരുവാ? ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ. എനിക്കറിയാമെങ്കിൽ താൻ എന്നോട് ചോദിക്കും, താൻ ആരാണ്? ഞാൻ പറയും ഞാനാണെന്ന്. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. എടി, നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. ഞാൻ ഹംസോ അല്ല താറാവോ അല്ല. മലയല്ലടാ, കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്? കുറെ സമയമായിട്ട് കളിയാക്കണ്. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? എന്റെ വായിക്കാത്ത കയറിയത് വിടുവിച്ചാലേ ശരിയാവും. ഈ സിഫിയിൽ നിന്നാണ് മനസ്സിലാക്കിയത് ഞാൻ ഇന്ത്യയിൽ 2ാമത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ ചെയ്ത സംവിധായകൻ. എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ എല്ലാത്തരം സിനിമകളും ചെയ്തു. എനിക്ക് ചലിക്കുന്ന ചിത്രം എന്നൊരു സാധനത്തിനോട് വലിയ ഭ്രാന്തായിരുന്നു. ഒരു സിനിമ ഹൃദയത്തിൽ നിന്നെടുത്താണ് ഞാൻ ആളുകളെ ചിരിപ്പിക്കാൻ രസിപ്പിക്കാൻ സിനിമ എടുക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്. ഗീതയിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാനൊരു ഹിന്ദുവല്ല. അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാനൊരു ഇസ്ലാമല്ല. That will destroy the country, but there will be a day. ബൈബിളിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാനൊരു ക്രിസ്ത്യാനിയല്ല. Every Indian will realize that India has only one religion. ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് ഇനി എന്റെ മേൽ വിധിക്കാനുള്ളത്? That is patriotism. സമാധാനമായി നിർത്തോ. കുറെ നേരം താൻ എന്നെ തൊഴണം. ഞാൻ എന്താ ഹനുമാൻ സ്വാമിയാ? എഴുതിട്ട് പോടോ. അവന്റെ അമ്മൂമ്മയുടെ തൊഴുകല്.